നമസ്തേ. ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും അഭ്യർത്ഥന വെച്ചാൽ ഞാൻ ഈ ഫേസ് യോഗ ഒന്നും കൂടി ഇടുകയാണ്. എല്ലാവരും പറഞ്ഞു ഈ കവിൾ ഒട്ടിപ്പിന് ഒരു മാർഗം, ഈ കവിളൊട്ടിപ്പ് മാറ്റി വളരെ സുന്ദരമായ മുഖങ്ങളാക്കാൻ വേണ്ടി, അതുമൂലം വളരെ പ്രായം കുറക്കുവാനായിട്ട് ഒരു ആന്റി ഏജിങ് ഫേസ് യോഗയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് ഒരു വി ഷേപ്പിൽ പിടിക്കുക. ഇതുപോലെ വി ഷേപ്പിൽ പിടിച്ചിട്ട് മാക്സിമം എയർ കൊള്ളിച്ച് പിടിക്കുക. എന്നിട്ട് ഇതുപോലെ പിടിച്ചുകൊണ്ട് ഒരു 20 സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുക. 20 സെക്കൻഡ് ഹോൾഡ് ചെയ്ത ശേഷം പതുക്കെ റിലീസ് ചെയ്യുക. എന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും ചെയ്യുക. അങ്ങനെ ഒരു 5 റൗണ്ട് നമുക്ക് ഡെയിലി ചെയ്യാം. അപ്പോൾ ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുന്നു, വി ഷേപ്പിലാക്കുന്നു. അതിനുശേഷം വായിൽ എയർ മാക്സിമം കൊള്ളിച്ചു പിടിക്കുന്നു. ഇതുപോലെ ചെയ്യാം. അപ്പോൾ 20 സെക്കൻഡ്സ് നമ്മൾ മാക്സിമം എയർ കൊടുത്ത് വീർപ്പിച്ച് പിടിക്കുക, കൈകൾ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട്. എന്നിട്ട് 20 സെക്കൻഡ് ഹോൾഡ് ചെയ്ത ശേഷം പതുക്കെ റിലീസ്. അതിനുശേഷം വീണ്ടും നമ്മൾ ഇത് ആവർത്തിക്കുക. അങ്ങനെ ഒരു 5 റൗണ്ട് ഡെയിലി ചെയ്യാം. ഈ 5 റൗണ്ട് ചെയ്ത ശേഷം നമ്മുടെ ഈ ചീക്കിന്റെ ഭാഗം, അതായത് കവിളിന്റെ ഈ ഭാഗത്ത് നമ്മൾ 2 കൈകൾ ഇങ്ങനെ എടുത്തിട്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ പിൻ ചെയ്യുക. മുകളിലേക്ക് ഇങ്ങനെ പിൻ ചെയ്യുക. ഇങ്ങനെ പിൻ ചെയ്തോളൂ. അതിനുശേഷം നമ്മൾ 2 മിഡിൽ ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും എടുക്കുക. 2 ഫിംഗേഴ്സ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്യുക. മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ. അപ്പോൾ ഇത് വെറും ഡ്രൈയോടുകൂടി ചെയ്യുന്നതിന് നല്ലത് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ജെല്ലൊക്കെ കിട്ടും. അത് ഏതെങ്കിലും പറ്റുക, അല്ലെങ്കിൽ അലോവേറ ജെല്ല്, ഇതൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്കിങ്ങനെ മൂവ് ചെയ്യാം. കൈകൾ ഇങ്ങനെ പിടിക്കാം. അപ്പോൾ അതൊക്കെ മൂവ് ചെയ്യാം. മുകളിലേക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാം. ഇതിങ്ങനെ എത്ര തവണ ചെയ്താലും, കുറച്ച് അധികം നേരം ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ ലിഫ്റ്റിങ്, ഇവിടുത്തെ ഹാങ്ങിങ് ഒക്കെ ഒഴിവായിട്ട് ലിഫ്റ്റ് ചെയ്താൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കവിളിങ്ങനെ വീർപ്പിച്ച് പിടിക്കുമ്പോൾ കവിൾ നല്ല തുടുത്തു വരാൻ, അവിടുത്തെ ഒട്ടിപ്പൊക്കെ മാറി നമുക്ക് നല്ല ഏജ് കുറക്കാനും സാധിക്കും. അതുപോലെ ഇത്തിരി കളറൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല തുടുത്ത് ചുമന്ന് വരുന്നതായിരിക്കും. അത് സ്ഥിരമായി നീങ്ങുകയോ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ചെയ്ത ശേഷം വീണ്ടും നമ്മുടെ ഇതിലോട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യും. ഈ പോർഷനിലൊന്ന് ടാപ്പ് ചെയ്തിട്ട് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്ത ശേഷം നമ്മുടെ ഈ ജോൺ ലൈൻ ഇതുപോലെ തന്നെ ഒന്ന് പിടിച്ചുവിടാം. കുറച്ച് 20 സെക്കൻഡ്സ് ഇങ്ങനെ ജോൺ ലൈൻ പിടിച്ചുവിടാം. പിരിയങ്ങൾ ഇങ്ങനെ പിടിച്ചുവിടാം. ഇതിന്റെ മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു മൂവ്മെന്റ് കൂടി നമുക്ക് ചെയ്യാം. ഒട്ടിയ കവിള് മാറാൻ സാധിക്കും. ഒട്ടിയ കവിൾ മാറി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ വളരെ ഏജ് കുറയും. മുഖത്ത് നല്ല പ്രസന്നത വരും, നല്ല ബ്ലഡ് സർക്കുലേഷൻ വരും. അതിൻ്റെതായ തൃപ്തി ആ ഫേസിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ ഇതെല്ലാം ചെയ്ത ശേഷം ഒന്ന് വാം ഡൗൺ ചെയ്യാം. ഈ മസാജ് എല്ലാം ചെയ്ത ശേഷം ഒന്ന് വാം ഡൗൺ ചെയ്യണം. വാം ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ ഇൻഹലേഷൻ ചെയ്യുക. എന്നാൽ ഡീപ്പായിട്ട് ഇൻഹലേഷൻ ചെയ്ത് വായിലൂടെ പതുക്കെ എക്സൽ ചെയ്യാം. ഞാൻ ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മുടെ ചെറിയ സെൽസിലൊക്കെ നമ്മൾ മസാജ് ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു സ്ട്രെയിനൊക്കെ മാറി വളരെ റിലാക്സ്ഡ് ആയിട്ട് വരുന്നതായി.
അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് തോന്നുന്നു. ആദ്യം നമ്മൾ വയറ് വീർപ്പിച്ച് പിടിക്കുക, ഈ ഷേപ്പ് ആക്കുക, 20 സെക്കൻഡ്സ് പിടിച്ച് നിർത്താം. അതിനുശേഷം ലിഫ്റ്റ് ചെയ്യുക, ലിഫ്റ്റ് ചെയ്ത ശേഷം അവസാനം ടാപ്പ് ചെയ്യുക. ജോ ലൈൻസ് വലിച്ചുവിടാം, സൂര്യങ്ങൾ ഇങ്ങനെ വലിച്ചുവിടാം, മൊത്തം വലിച്ചുവിടാം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക. എപ്പോഴും മോർണിംഗ് ഏറ്റവും ബെറ്ററാണ് ചെയ്യാൻ. വളരെ ശാന്തമായ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഈ തിരക്ക് പിടിച്ച സമയത്ത് ചെയ്യാതിരിക്കുക. കഴിയുന്നത് ഇതിനു വേണ്ടി ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ നമ്മൾ മാറ്റി വെക്കുക. ഡെയിലി ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കവിൾ പൊട്ടിപ്പൊക്കെ മാറി വളരെ സ്ട്രെയിറ്റ് ആകാനും വളരെ ഏജ് കുറക്കാനും സൗന്ദര്യം കൂട്ടാനും സാധിക്കും. അപ്പോൾ എല്ലാവരും സൗന്ദര്യം കൂട്ടാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർ വീഡിയോകളിൽ ഞാൻ ഇതുപോലെയുള്ള ടിപ്പുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമസ്തേ.